ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി അൽഫാം ചിക്കനാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു അടിപൊളി മസാലയാണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതേപോലെ 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തീരെ ഇല്ലാതെ വേണം, നന്നായിട്ട് വെള്ളം കളഞ്ഞു വേണം ചിക്കൻ എടുക്കാൻ. ഞാൻ ഇതിലേക്കൊരു 4-5 നല്ല എരിയുള്ള മുളകും അതുപോലെ തന്നെ ഒരു 5-6 പിരിയൻ മുളകും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നോക്കാം, നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കുമ്പോൾ അത്യാവശ്യം ഈ വെള്ളത്തിൽ കിടക്കുന്ന മുളകിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ വെള്ളം പോകും. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് തോല് കളഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 18-20 എണ്ണോളം വരും. പിന്നെ ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയില എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം എല്ലാ സാധനങ്ങളും കൂട്ടിയെടുക്കാൻ. കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇത് നല്ല പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ട് അരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് അരയ്ക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയ്ക്ക് തന്നെ വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്കിതാ ഈ അരവെല്ലാം ഇതിലേക്ക് തേച്ച് കൊടുക്കാം. നന്നായിട്ട് വരഞ്ഞതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അരവ് തേച്ചതിന് ശേഷം ഇത് പിറ്റേന്ന് ചെയ്യാനാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമ്മളിത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് അരവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു പാനിൽ വെച്ച് വേണമെങ്കിലും ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗ്രില്ല് പാൻ ഉണ്ടെങ്കിൽ ഗ്രില്ലിൻ്റെ ഒരു പാൻ ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ പാനിലാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് മറ്റേ പീസും കൂടി അരവ് തേച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള മസാല 2 എണ്ണത്തിനും കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ വെക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അത്രേ വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ഗ്രിൽ പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടുത്ത ദിവസം വാങ്ങിയിട്ടുള്ള ഗ്രിൽ പാനാണ് കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് അല്ല, ഇത് കാസ്റ്റേണിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ പാൻ നന്നായി ചൂടായതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമാകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2, 3, 4 പ്രാവശ്യമൊക്കെ തിരിച്ചു മറിച്ച് വിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇതേപോലെ ഒരു പാൻ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പം നമുക്കിത് ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന ഓയിലാണ് അതിലിങ്ങനെ തിളച്ച് കാണുന്നത്. ഇപ്പം നമ്മുടെ അൽഫാം ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ട് ഇപ്പോൾ തന്നെ അതിങ്ങനെ വിട്ടു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ അടിപൊളി മസാലയൊക്കെ ചേർത്ത് ഇതേപോലെ ഒരു അൽഫാം ചിക്കൻ ഒന്ന് റെഡിയാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ